തീർച്ചയായിട്ടും നിങ്ങളൊരു സഹായിയെ തേടണം. സഹായി എന്ന് പറയുന്നത് സത്സംഗം. ഒറ്റയ്ക്ക് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സത്സംഗത്തിലേക്ക് വന്നത്. ഈ സത്സംഗത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒറ്റാലിൽ പെടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്സംഗത്തിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സത്സംഗത്തിൽ അങ്ങനെയുള്ള 8-10 പേര് മാത്രം ഇരിക്കുന്ന ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിലെ ആ കുറച്ച് ആളുകളുടെ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗം വായിച്ച് അത് ബോധ്യപ്പെടണം. ഈ ഭാഗം വായിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് പൂർണ്ണമായി വായിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഭഗവത്ഗീത കൂടെ വായിച്ചിരിക്കണം. ഭഗവത്ഗീത 18 അധ്യായത്തിൽ എന്താണോ പറയുന്നത് അതാണ് ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം. അത്രയും കാച്ചിക്കുറുക്കിയാണ് ആ 10 ചോദ്യങ്ങളുടെ ഉത്തരം. അതായത് ഈ 15-ാം ഭാഗത്തിൻ്റെ അവസാനത്തെ 7-8 അധ്യായം എന്ന് പറയുന്നത് ഗീത മുഴുവനും കാച്ചിക്കുറുക്കിയതാണ്. അപ്പം ഭഗവത്ഗീത ഇല്ല, ഇതിൻ്റെ യഥാർത്ഥ ഉത്തരമെല്ലാം ഇരിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവാൻ അത് വളരെ ലളിതമായ ഉത്തരമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഗീത കൂടെ പഠിക്കാൻ, ഗീത കൂടെ കൂടുതൽ ആഴത്തിൽ ഗീതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഓരോ സാധകനെയും പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ 2 അധ്യായം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗത്തിന് എല്ലാ ഉത്കർഷയും നൽകാൻ ഈ വിഷുദിനത്തിൽ നമുക്ക് അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ 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 അതെ. ഇല്ല, അത്